അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ്, അതായത് സ്ഥാനമാറ്റവും പദമാറ്റവും. അതായത് സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഈ പദങ്ങൾ എങ്ങനെയാണ്, അതായത് ടേംസുകൾ എങ്ങനെയാണ് മാറുന്നത് എന്നാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ 19-37 ഇങ്ങനെ തുടരുന്ന ഒരു സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ അറിയാം, അല്ലേ? നമ്മൾ അത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്ത് വേണം നമുക്ക്? ഒരു സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്കറിയാം ആദ്യം എന്ത് വേണം? അതിൻ്റെ കോമൺ ഡിഫറൻസ് അറിയണം, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തുടർച്ചയായ പദങ്ങൾ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, അല്ലേ? നമ്മൾ പഠിച്ചു D = TD ബൈ PD, അല്ലേ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, അതായത് ടേമുകൾ 37 - 19 ബൈ, ഇനി ഇതിൻ്റെ പൊസിഷൻ തമ്മിൽ വ്യത്യാസം, സ്ഥാനങ്ങൾ തമ്മിൽ വ്യത്യാസം നോക്കിയേ. ഇത് ഫസ്റ്റ് ടേം ആണ്, അല്ലേ? ഇത് ഫസ്റ്റ് ടേം ആണ്. സെക്കൻഡ് ടേം നമുക്കറിയില്ല. ഇത് തേർഡ് ടേം ആണ്, അല്ലേ? അതായത് 3 - 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 37 - 19 എന്ന് പറഞ്ഞാൽ 18 ബൈ 2, അല്ലേ? അതായത് 9. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 9. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം, അല്ലേ? അതായത് 19ൻ്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 28. അപ്പോൾ ഇവിടെ 28, സെക്കൻഡ് ടൈം കിട്ടി 28, അത് കഴിഞ്ഞാൽ 37, അതിൻ്റെ കൂടെ വീണ്ടും 9 കൂട്ടി. അങ്ങനെ നമുക്ക് ആദ്യത്തെ 5 ടേമുകൾ അല്ലെങ്കിൽ 10 ടേമുകൾ ഈസി ആയിട്ട് എഴുതാൻ അറിയാം. ഇനി ഈ സീക്വൻസിലെ തന്നെ നമ്മളോട് ആദ്യത്തെ 5 ടേമോ 6 ടേമോ ഒന്നല്ല എഴുതാൻ പറഞ്ഞത്. ഇതിൻ്റെ 25ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണം. 25th ടേം എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നമ്മളെങ്ങനെ ചെയ്യും? അതായത് നമുക്കൊരു സീക്വൻസ് തന്നിട്ട്, ഒരു അരിതമെറ്റിക് സീക്വൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് 25ാമത്തെ ടേം എത്ര, അല്ലെങ്കിൽ 30ാമത്തെ ടേം എത്ര. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യങ്ങളിൽപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതേ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് വേണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, വേണ്ടേ? അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 9 കിട്ടിയിട്ടുണ്ട്. ഇനി 25ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ടേമിൻ്റെ കൂടെ 25ാമത്തെ ടേം കിട്ടാൻ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം കൂട്ടണം? അതായത് ഇതിൻ്റെ കൂടെ നോക്കിയാൽ 1, 2, 3, 4, അല്ലേ? അങ്ങനെ 24 പ്രാവശ്യം കൂട്ടണം, അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടത്. അത് 24 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് 9 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 25ാമത്തെ ടേം കിട്ടും. അതായത് 19ൻ്റെ കൂടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ടേം 19, 19ൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം? 24 പ്രാവശ്യം, അല്ല? ഈ 24 എങ്ങനെ നമുക്ക് കിട്ടിയത്? അതായത് നോക്കിയാൽ 25ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1ാമത്തെ ടേം നമുക്കറിയാം, അല്ലേ? അപ്പോൾ 25ൽ നിന്ന് 1 കുറയ്ക്കുന്നു, അവയുടെ സ്ഥാനങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നു. അതായത് 25 - 1, അപ്പോൾ 24. അത്രയും പ്രാവശ്യം നാം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൂട്ടി പോകണം, അല്ലേ? 24 പ്രാവശ്യം നാം 9 കൂട്ടാന്ന് പറഞ്ഞാൽ 24 × 9, അല്ലേ? അപ്പോൾ 9 + 9 + 9, അങ്ങനെ 24 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 24 × 9, അല്ലേ? ഇത് നാം കൂട്ടണം. ഏതിൻ്റെ കൂടെ? ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ അതായത് 19ൻ്റെ കൂടെ നാം 25 - 1, അതാണ് നമുക്ക് 24 കിട്ടിയത്, ഇൻറ്റു എന്ത് വേണം? 9 ഗുണിക്കണം, അല്ലേ? 9 കോമൺ ഡിഫറൻസ്. അപ്പോൾ 25 - 1, അത് 24 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം, അതായത് 24 × 9. അപ്പോൾ നമ്മൾ 19ൻ്റെ കൂടെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 25ാമത്തെ ടേം കിട്ടും. അപ്പോൾ നോക്കിയേ, 19 + 25 - 1 24. 24 പ്രാവശ്യം 9 കൂട്ടണം, അതായത് 19 + 19ൻ്റെ കൂടെ 24 × 9 എത്രയാണ്? 9 × 4 36, ബാക്കി 3, 18 3 21. അപ്പോൾ 216. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 19 + 216 ആകുമ്പോൾ 235, അല്ലേ? അപ്പോൾ 235. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? 25ാമത്തെ ടേം. ഇനി അത് 25ാമത്തെ ടേമോ 50ാമത്തെ ടേമോ 100ാമത്തെ ടേം ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് ടേം വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം നമ്മൾ xn ആണെന്ന് വിചാരിക്കാം. xn എന്ന് പറഞ്ഞാൽ x ആണ് നമുക്ക് ടേം, n എന്ന് പറഞ്ഞാൽ nth ടേം. അതായത് അവിടെ n എന്നുള്ളത് 25ആകുമ്പോൾ x 25 നമ്മൾ എഴുതും. x 25ാമത്തെ ടേം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 10ാമത്തെ ടേം ആണെങ്കിൽ x 10, അതായത് 10ാമത്തെ ടേം.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എൻ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ ആ ടേം നമുക്ക് കണ്ടുപിടിക്കണം. അതായത് എക്സ് എൻ സീക്വൽ ടു നാം എന്ത് ചെയ്തു ഇവിടെ 19ൻ്റെ കൂടെ അല്ലേ, അതായത് 19 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേമാണ്. അപ്പോൾ നമുക്കിവിടെ x1 എന്ന് കൊടുക്കാം. ഒന്നാമത്തെ ടേം ആയതുകൊണ്ട് x1 ഒന്നാമത്തെ ടേം. മനസ്സിലായല്ലോ? അപ്പോൾ 19 എന്ന് പറഞ്ഞാൽ ഇവിടെ x1 ഒന്നാമത്തെ ടേം, അതിൻ്റെ കൂടെ നാം എന്ത് ചെയ്തു 25 - 1, അതായത് ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ x1 ഇത് x 25ാമത്തെ ടേം അല്ലേ. അപ്പോൾ 25 - 1 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ. അതായത് ഇപ്പം ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നത് nth ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അത് 25 ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പം അതായത് n - 1 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എന്താണ് കോമൺ ഡിഫറൻസ് t. അപ്പം ഇതാണ് നാം ചെയ്തത്. അതായത് ഒരു nth ടേം നമ്മളോട് ഏതെങ്കിലും ഒരു ടേം ചോദിച്ചു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ടേമിൽ ആദ്യത്തെ ടേം അതിൻ്റെ കൂടെ പ്ലസ് അതായത് x1ൻ്റെ കൂടെ പ്ലസ് n - 1 ഇൻറ്റു ഡി. ഇവിടെ ശ്രദ്ധിക്കുക, n എന്ന് പറയുമ്പോൾ xn ഇവിടെ 25 ആണെങ്കിൽ 25. മനസ്സിലായില്ല? x 25 നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ x 25ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചു. എന്ത് ചെയ്തു നമ്മൾ x1 ഒന്നാമത്തെ ടേം 19 അതിൻ്റെ കൂടെ പ്ലസ് n - 1. കണ്ട ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ് 25. കണ്ടില്ലേ? ഈ n ആണ് ഇത് 25ാമത്തെ ടേം. അപ്പം 25 -1 1 എന്ന് പറയുന്നത് ഈ 1 ഒന്നാമത്തെ ടേം ഇതല്ലേ. അപ്പോൾ 1 ഇൻറ്റു ഡി 9. അതായത് നമുക്ക് 19 പ്ലസ് 24 ഇൻറ്റു 9. അതായത് നമുക്ക് ഫസ്റ്റ് ടേം ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. മനസ്സിലായോ? 1 കുറച്ച് 24 ഇൻറ്റു 9. ഇവിടെ ശ്രദ്ധിക്കുക, 14 19 പ്ലസ് 24 ആദ്യം കൂട്ടിയിട്ട് ഗുണിക്കാൻ പാടില്ല. എപ്പോഴും ഗുണിക്കൽ കഴിഞ്ഞിട്ട് വേണം കൂട്ടാൻ അല്ലേ. അതായത് 19 പ്ലസ് 24 ഇൻറ്റു 9, അതായത് നോക്കിയേ 19ൻ്റെ കൂടെ 24 ഇൻറ്റു 9. അപ്പോൾ 216 കൂട്ടുന്നു, നമുക്ക് 235 കിട്ടി. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഇക്വേഷനാണ്. nth ടേം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. nth ടേം കണ്ടുപിടിക്കാൻ ആദ്യത്തെ പദം, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇക്വേഷൻ ചിലപ്പോൾ എഫ് എന്ന് കൊടുക്കുക വേണമെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഫസ്റ്റ് പദം എഫ് എന്ന് കൊടുത്ത എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി അങ്ങനെയും നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ x1 ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ n - 1 n എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ n ആണ്. കണ്ടില്ലേ? ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ 25 വരും, 10 ആണെങ്കിൽ 10 വരും. 10 - 1 എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ ടേമാണ്, അതുകൊണ്ട് നമ്മൾ 1 ഇൻറ്റു ടി. ഈ ഇക്വേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഇനി ഇതേ ചോദ്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, നമുക്ക് ഒന്നാമത്തെ പദം തന്നിട്ടില്ല. ഇപ്പോൾ x3 നമുക്കറിയാം, മൂന്നാമത്തെ പദം 37 ആണ് അല്ലേ. അപ്പോൾ x3 മൂന്നാമത്തെ പദം നമുക്ക് 37 തന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് ഒരു ഏഴാമത്തെ പദം x7 ഏഴാമത്തെ പദം 73 ഇങ്ങനെ തന്നു. അപ്പോൾ ഈ രണ്ട് ടേമുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതായത് തേർഡ് ടേമും 7th ടേമും തന്നിട്ടുണ്ട്. നമ്മോട് ഇത് തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത് 25th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു, 25ാമത്തെ ടേം. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ആദ്യം നമുക്കറിയാം, നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 9 കിട്ടും. അത് ഓക്കെ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇതാണ് ഈ ഇക്വേഷൻ എഴുതിയ xn = x1 പ്ലസ് n - 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മൾ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ nth ഇതിവിടെ നമ്മൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? 25ാമത്തെ ടേം അല്ലേ. അപ്പോൾ നമുക്ക് x25. ഇനി ശ്രദ്ധിക്കുക, 25ാമത്തെ ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. x1 ഇവിടെ നമുക്ക് നോക്കിയേ, x1 നമുക്ക് തന്നിട്ടില്ല അല്ലേ. x3യും x7 ഉള്ളൂ, x1 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ x1ന് പകരം x3 കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ x3 കൊടുത്തു നമ്മൾ. ഇനി ശ്രദ്ധിക്കുക, x3 ആണ് നമ്മൾ കൊടുത്തത്, പ്ലസ് n - 1. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ n എന്ന് പറയുന്നത് 25 ആണ് അല്ലേ. n ന്റെ സ്ഥാനത്ത് 25 ആണ്, 25ാമത്തെ ടേമാണ്. അതുകൊണ്ട് 25 മൈനസ്, ഇനി 1 അല്ല കൊടുക്കേണ്ടത്, ഒന്നാമത്തെ ടേം ആകുമ്പോഴാണ് നാം 1 കൊടുക്കുക. ഇവിടെ ഏത് ടേമാണ് നമ്മൾ എടുത്തത്? x3 ആണ് എടുത്തത് അല്ലേ, മൂന്നാമത്തെ ടേമാണ് എടുത്തത്. അതുകൊണ്ട് 25 - 3 ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻറ്റു ഡി. ഡി എത്രയാണ്? 9. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് x3 എത്രയാണ്? ഇവിടെ മൂന്നാമത്തെ ടേം 37. അപ്പോൾ 37 പ്ലസ് 25 - 3 22 ഇൻറ്റു 9.
അപ്പോൾ എത്ര കിട്ടും? 37 പ്ലസ് 18 കെട്ട് ബാക്കി 1 18 1 19 അല്ലേ 198. അപ്പോൾ 5 3 2 അല്ലേ കൂട്ടുമ്പോൾ അപ്പോൾ 235 കണ്ടില്ലേ? അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ ഇതേപോലെ തന്നു കഴിഞ്ഞാൽ നമ്മൾ x1 പകരം എന്ത് എഴുതുക? x3 ഏതാണ് തന്നിട്ടുള്ളത് അത് എഴുതുക. പിന്നെ അപ്പോൾ നമ്മൾ ഇവിടെയും മാറും. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 18 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 1 11 23 അങ്ങനെ പോകുന്നു. നമുക്കെന്ത് വേണം? 25th ടേം 25ാമത്തെ ടേം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഇപ്പോൾ പറഞ്ഞു നിർത്തി. ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് വേണം അല്ലേ? കോമൺ ഡിഫറൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? തുടർച്ചയായ സംഖ്യകളാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് വലിയ പണികളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര കിട്ടും? 11 - 1 അല്ലേ? 11 - 1 = 10. അപ്പോൾ ഒരു പണി കഴിഞ്ഞു, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 25th ഏത് ടേം വേണമെങ്കിൽ കണ്ടുപിടിക്കണം. നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? xn അല്ലേ? അപ്പോൾ ഇക്വേഷൻ ശരിക്കും ഓർമ്മയിൽ വെക്കുക. xn = nth ടേം ഏത് ടേം വേണമെങ്കിൽ കണ്ടുപിടിക്കാം. xn = ഒന്നാമത്തെ ടേം x1 അതിൻ്റെ കൂടെ n-1 × d. ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം അതിനെ d കൊണ്ട് ഗുണിക്കുക അല്ലേ? ആ കിട്ടുന്ന ഉത്തരം ഇതിൻ്റെ കൂടെ കൂട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് xn എന്ന് പറയുന്നത് ഏത് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്? 25ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ n പകരം 25. അപ്പോൾ x 25 = x1 ഒന്നാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് x1 പകരം 1 എന്ന് കൊടുത്തു. പ്ലസ് n-1 n എത്രയാണ് ഇവിടെ? 25 അല്ലേ? ഈ n ആണിത് കണ്ടില്ലേ? അപ്പോൾ n 25. അപ്പോൾ 25 - 1 ഒന്നാമത്തെ ടേമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് 25 - 1 × d. കോമൺ ഡിഫറൻസ് എത്രയാണ്? 10. കണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടും? 1 പ്ലസ് 25 - 1 എന്ന് പറഞ്ഞാൽ 24 × 10. അപ്പോൾ പലരും ഇവിടെ തെറ്റിക്കും. എങ്ങനെ തെറ്റിക്കുക? 1 + 24 25 25 × 10 അല്ലേ? 250 എന്ന് എഴുതി നോക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ആദ്യം ഗുണിക്കൽ ഹരിക്കൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂട്ടലും കുറയ്ക്കലൊക്കെ വരുള്ളൂ. അപ്പോൾ എന്താണ് ഉത്തരം? = 1 + 24 × 10 240. അതായത് 241. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കിയാൽ 2. ഇവിടെ നമുക്ക് 10th ടേം 10ാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 46. അപ്പോൾ 10th ടേം വന്നിട്ടുണ്ട് 46. പിന്നെയോ ആൻഡ് 11th ടേം തന്നിട്ടുണ്ട് 51. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? ഒന്നാമത്തെ ടേം എന്താണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ഫസ്റ്റ് ടേമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്ത് കണ്ടുപിടിക്കണം ആദ്യം എന്ത് വേണം? നമുക്ക് കോമൺ ഡിഫറൻസ് വേണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഇവിടെ 10ാമത്തെ ടേം 46 11ാമത്തെ ടേം 51 അല്ലേ? അതായത് തുടർച്ചയായ പദങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചാൽ മതിയല്ലോ. അതായത് 51 - 46 വേറെ ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല = 5. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 5. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം nth ടേം xn = x1 + n-1 × d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? x1 ഒന്നാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? വേറെ 2 ടേമുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. ഇവിടെ നോക്കിയാൽ ഈ nth ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ കൂട്ടുന്നു അല്ലേ? n-1 × d അത് കൂട്ടുന്നു അല്ലേ? അതായത് ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ 25 = 15 + 10. അതായത് ഈ 2 സംഖ്യകൾ കൂടി കൂട്ടുമ്പോൾ നമുക്ക് 25 കിട്ടും. അതിൽ 15 കിട്ടാൻ എന്ത് ചെയ്യണം? 15 കിട്ടാൻ 25ൽ നിന്ന് 10 മൈനസ് ചെയ്യണം അല്ലേ? അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് x1 കിട്ടാൻ നാം എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഏത് കുറയ്ക്കണം? xnൽ നിന്ന് എന്ത് കുറയ്ക്കേണ്ടി വരും? n-1 ×
ഡി കുറയ്ക്കണം. മനസ്സിലായ? ഇതേപോലെ തന്നെ, അതായത് വേറെ രീതിയിൽ പറഞ്ഞാൽ nth ടേം കിട്ടാൻ നമ്മൾ ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ എന്ത് കൂട്ടി? ഇവർ തമ്മിലുള്ള ടേം ഡിഫറൻസ് എത്രയാണോ അല്ലേ അത്രയും കോമൺ ഡിഫറൻസ് കൂട്ടി അല്ലേ, കൂട്ടുന്നു. പക്ഷേ നമുക്ക് ഇനി ഒന്നാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്യണം? ഏത് ടേമാണോ, അതായത് nth ടേമിൽ നിന്ന് നാം അത്രയും കോമൺ ഡിഫറൻസ് കുറയ്ക്കണം അല്ലേ. കുറച്ചാലേ നമുക്കിത് കിട്ടുള്ളൂ. കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇതിൽ നിന്ന് അത്രയും കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അത് തന്നെയാണ് നമ്മോട് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ പദം കിട്ടണമെങ്കിൽ nth ടേമിൽ നിന്ന് നാം എന്ത് കുറയ്ക്കണം? ഇത്രയും അവർ തമ്മിലുള്ള വ്യത്യാസം, ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അത്രയും കോമൺ ഡിഫറൻസ് നമ്മൾ കുറയ്ക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് x1 എന്ത് വരും? xn. അപ്പോൾ നോക്കിയാൽ 10ാമത്തെ ടേം എടുക്കാം, 11ാമത്തെ ടേം, ഏത് ടേം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 10ാമത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10ാമത്തെ ടേം എടുക്കുന്നത്, അതായത് x10 10ാമത്തെ ടേം എടുക്കുന്നു, മൈനസ് ഇനി നോക്കിയാൽ n-1 അല്ലേ. n-1 എന്ന് വെച്ചാൽ n ഇവിടെ എത്രയാണ്? 10. അപ്പോൾ 10 മൈനസ് ഒന്നാമത്തെ ടേം അല്ലേ 1 ഇൻറ്റു ഡി എത്രയാണ്? 5. ഇനി നമുക്ക് നോക്കിയാൽ x10 10ാമത്തെ ടൈം ഏതാണ്? 46. അപ്പോൾ 46 മൈനസ് 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9d അല്ലേ. 9 ഇൻറ്റു ഡി 5, അതായത് 46 9 ഇൻറ്റു 5 45 അല്ലേ, മൈനസ് 45. അപ്പോൾ എത്ര കിട്ടി? 1. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടേം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് ഓർമ്മയിൽ വെക്കുക. എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടും അല്ലേ. x1 കണ്ടുപിടിക്കുകയാണെങ്കിൽ xnൽ നിന്ന് ഇത്രയും കുറയ്ക്കുക. കണ്ടില്ലേ? ഒന്നാമത്തെ പദം കിട്ടും. നാം ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ചോദ്യം? റൈറ്റ് ദി ഫസ്റ്റ് 5 ടേം. ആദ്യത്തെ 5 ടേമുകൾ എഴുതണം. വളരെ ഈസി ആയിട്ട് എഴുതാം അല്ലേ. ഒന്നാമത്തെ ടേം നമുക്ക് കിട്ടിയാലോ? 1 അല്ലേ. അപ്പോൾ 1. ഇനി അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 5 കൂട്ടി പോയാൽ മതി. അപ്പോൾ 1 5 കൂട്ടിക്കഴിഞ്ഞാൽ 6, 6ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 11, പിന്നെ 16, പിന്നെ 21 അല്ലേ. അങ്ങനെ പോകും. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 100, 95, 90 അല്ലേ. അങ്ങനെ പോകുന്നു. എന്താണ് കണ്ടുപിടിക്കുന്നത്? 21ാമത്തെ ടേം ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലേ. കോമൺ ഡിഫറൻസ് d = ഇവിടെ നോക്കിയാൽ തുടർച്ചയായ പദങ്ങൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് കുറയ്ക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 95ൽ നിന്ന് -100 കണ്ട. 95 - 100, 100 - 95 അല്ല, 95 - 100 = എന്ത് വരും? -5 കണ്ട. ഇതിവിടെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് അങ്ങോട്ട് എഴുതിയിട്ട് 5 എന്ന് എഴുതി വെക്കരുത്. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി -5. ഇനി നമുക്കറിയാം xn അല്ലേ. xn = x1 + n-1 ഇൻറ്റു ഡി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 21ാമത്തെ ടേമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ x21 = ഇനി x1 അല്ലേ. x1 നമുക്കറിയാം, അതുകൊണ്ട് x1 തന്നെ. x1 + n-1 അല്ലേ. n എത്രയാണ് ഇവിടെ? 21. 21 - 1 ഒന്നാമത്തെ ടേം തന്നെയാണ് അല്ലേ. അപ്പോൾ 21 - 1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് എത്രയാണ്? -5. അതായത് ഒന്നാമത്തെ ടേം x1 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 100 + 21 - 1 എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു -5 = 100. നോക്കിയേ, 20 ഇൻറ്റു നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് 20 ഇൻറ്റു 5 100. അപ്പോൾ നമുക്ക് 100 - 100 = 0. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. നോക്കിയേ, 10th ടേം 10ാമത്തെ ടേം 56, 11th ടേം 11ാമത്തെ ടേം 51. എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് ഫസ്റ്റ് ടേമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് വേണം അല്ലേ. അത് നിർബന്ധമാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് d = എന്ത് വരും? 10ാമത്തെ ടേമും 11ാമത്തെ ടേമും തന്നിട്ടുണ്ട് അല്ലേ. അതായത് അപ്പോൾ നമുക്ക് തുടർച്ചയായ 2 പദങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 11ാമത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേം കുറച്ചാൽ മതി അല്ലേ. അതായത് 51 - 56 അല്ലേ. 51 - 56 എത്ര കിട്ടും? -5. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവാണ്, -5. ഇനി ഫസ്റ്റ് ടേമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അതന്നെ, സെയിം ഇക്വേഷൻ തന്നെ. xn = നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? x1 + n-1 ഇൻറ്റു ഡി.
അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കണം, x1 കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നാം മുമ്പ് പറഞ്ഞു x1 കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇത് കിട്ടണമെങ്കിൽ ഇത് തമ്മിൽ കൂട്ടുന്നു അല്ലേ? ഇതും തമ്മിൽ കൂട്ടുന്നു. അപ്പോൾ ഇത് കിട്ടാൻ നാം എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക അല്ലേ? നാം നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ x1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു എന്ത് വേണം? xnൽ നിന്ന് ഏത് കുറയ്ക്കണം? ഇത് കുറയ്ക്കണം, n-1 ഇൻറ്റു d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ടേം കിട്ടാൻ നോക്കിയാൽ xn നമുക്ക് ഇത് എടുക്കാം അല്ലെങ്കിൽ ഇത് എടുക്കുക, ഇഷ്ടമുള്ളത് എടുക്കാം. ഇവിടെ നോക്കിയാൽ ഇപ്പോൾ 10th ടേം എടുക്കുകയാണെങ്കിൽ x10 10th ആണ് എടുക്കുന്നത്. അപ്പോൾ x10 മൈനസ് എന്ത് ചെയ്യേണ്ടി വരും? n-1 അല്ലേ? n എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? n എന്ന് പറഞ്ഞാൽ 10 മൈനസ് 1 അല്ലേ? ഒന്നാമത്തെ പദമാണ്, അതുകൊണ്ട് 1 ഇൻറ്റു d എത്രയാണ്? -5 ഈക്വൽ ടു x10 10th ടൈം എത്രയാണ്? 56. അപ്പോൾ 56 മൈനസ് 10 മൈനസ് 1 9. അപ്പോൾ 9 ഇൻറ്റു -5. അതായത് 56 ഇവിടെ നോക്കിയാൽ -9 ഇൻറ്റു -5 അല്ലേ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 9 ഇൻറ്റു 5 55 45. അപ്പോൾ 56 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 101. ഇതാണ് ഒന്നാമത്തെ ടേം. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേമുകൾ എഴുതണം. നമുക്ക് എഴുതാലോ. ഫസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ടല്ലോ 101 അല്ലേ? 101 കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് എത്രയാണ്? -5 അല്ലേ? അപ്പം -5 കൂട്ടി പോകണം. അപ്പോൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് 101 കഴിഞ്ഞിട്ട് 5 കൂട്ടി 106 അങ്ങനെ എഴുതി പോരുത്. 101 അതിൻ്റെ കൂടെ -5 കൂട്ടേണ്ടത്. അപ്പോൾ -5 കൂട്ടാന്ന് പറഞ്ഞാൽ എന്താണ്? 5 കുറച്ച് പോവുക അല്ലേ? അപ്പോൾ 5 നമ്മൾ കുറച്ച് കൂട്ടിയല്ലേ പോകേണ്ടത്, കാരണം -5 കുറച്ച് പോവുക. അപ്പോൾ 101ൽ നിന്ന് 5 കുറച്ചാൽ 96, അതിൽ നിന്ന് 5 കുറച്ചാൽ 91, അടുത്തത് 86, അടുത്തത് 81 അല്ലേ? അങ്ങനെ പോകും, കുറച്ച് പോവാം. അതായത് ഇപ്പോൾ നോക്കിയാൽ 101ൻ്റെ കൂടെ എത്ര കൂട്ടണം? കോമൺ ഡിഫറൻസ് കൂട്ടണം അല്ലേ? -5 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 2 വ്യത്യസ്ത ചിഹ്നങ്ങളായ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം അല്ലേ? അപ്പോൾ 101ൽ നിന്ന് 5 കുറക്കുക, എത്ര കിട്ടും? 96. വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് അല്ലേ? അപ്പോൾ 96 കിട്ടി. ഇനി അതിൻ്റെ കൂടെ -5 കൂട്ടാന്ന് പറഞ്ഞാൽ -5നെ കുറയ്ക്കാന്ന് അർത്ഥം അല്ലേ? അപ്പോൾ 91, 86 അങ്ങനെ പോകുന്നു. ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ചോദ്യം നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ.